ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവമായിരുന്നേ. പുതിയാവ് എന്നാണ് ആ അമ്പലത്തിൻ്റെ പേര്. തൊട്ടടുത്തൊന്നുമല്ല, കുറച്ച് ദൂരെയാണ്. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. ഒരു കുഞ്ഞു കുതിരേനെ ആദ്യം കണ്ടു. കാളയാണെന്ന് അറിയാൻ വയ്യ. പിന്നെ നമ്മൾ കണ്ടത് 3 ഘോഷയാത്ര കണ്ടു. അതിന് ശേഷം നമ്മൾ നടയിൽ കയറി തൊഴുത് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ തൂക്കം കണ്ടു തുടങ്ങിയത്. ഇതാണിപ്പോൾ തൂക്കം. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ആൾക്കാർ ഈ തൊലിക്കകത്തോട്ട് ഇങ്ങനെ തൂക്കി ഇടുന്നതായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, ഇത് കയറ് വെച്ച് കെട്ടുന്നതായിരുന്നു. ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ കണ്ടത് ഒരാൾ മാത്രമായിട്ടുള്ളതായിരുന്നു. ആൻഡ് സെക്കൻഡ് നമ്മൾ കണ്ടത് വേറെ ഒരു സ്ഥലത്ത് 2 സ്ഥലത്തും അപ്പുറവും ഇപ്പുറവും, അതായത് അപ്പുറവും ഇപ്പുറവും 2 കുട്ടികളും നടുക്ക് ഒരാളുമായിരുന്നേ. ഇനി ബാക്കി നിങ്ങൾ കണ്ടോളൂ കേട്ടോ. കണ്ടല്ലോ അല്ലേ, ഇതാണ് ഞാൻ പറയുന്നത്. 2 കുട്ടികളെ അപ്പുറത്തും ഇപ്പുറത്തും, പിന്നെ ഒരാൾ നടുക്കൂട്ടം. പിന്നെ കുറച്ചുകൂടി ഇനിയുണ്ട്, അതും കൂടെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ കേട്ടിയത് ആദ്യം വെളിയിലോട്ട് റോഡിലോട്ട് ഇറക്കിയായിരുന്നേ. പോലുള്ള കുട്ടികളുടെ ഏറ്റവും ക്ലാസ്സിൽ വരുന്നത്. ഇപ്പം ഇവിടെ ഭയങ്കര ഉത്സവമൊക്കെ അല്ലേ. അപ്പം ഇനിയും സ്ഥലത്ത് ഇനിയും തോനെ ഉത്സവങ്ങളുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം വീഡിയോസ് വൈകാതെ വരുന്നതായിരിക്കും. പിന്നെ ഇവർ റോഡിലോട്ട് കൊണ്ടിറങ്ങിയപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തിരിച്ച് നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോകുമായിരുന്നേ. നമ്മൾ കണ്ടപ്പോഴത്തേക്കും തൂക്കം കുറേ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അറിഞ്ഞത് ഇന്ന് രാവിലെ വെളുപ്പ് വരെ ഉണ്ടായിരുന്നു എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് KSRTC സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കുതിരേനെയൊക്കെ കാണാൻ പറ്റും. ഇത് ട്രാൻസ്പോർട്ടാണ്. നമ്മളിനി KSRTCയിലോട്ടാണ് പോകുന്നത്. നമ്മൾ KSRTCയിലെത്തി. ആ വരുന്നതാണ് കുതിര. ഇതിൻ്റെ 3-4 ടൈപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന അതല്ല കേട്ടോ, അത് അയ്യപ്പൻ്റെയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാളയല്ല, കുതിരയാണ്. ഏറ്റവും ബാക്കിലാണ് കുതിര. നമുക്കിപ്പം അതിൻ്റെ തല കാണാമെന്ന് വിചാരിക്കുന്നു. ആ കുതിരേൻ്റെ തല കാണാമോ എനിക്ക് തോന്നുന്നു. ഏറ്റവും ബാക്കിലാണ് കേട്ടോ കുതിര വരുന്നത്. എനിക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റിയത് ഓരോന്നും ഓരോ ടീമിലാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ഏറ്റവും ബാക്കിലാണ് കേട്ടോ കുതിര വരുന്നത്. ഇതിനൊരു 4-5 ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്പുറത്തും ഇപ്പുറത്തും മയില് അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം നമുക്ക് കുറച്ച് ഈ കെട്ടുകാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. 3 കെട്ടുകാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും 3 കെട്ടുകാഴ്ചകളുണ്ടായിരുന്നു. പറഞ്ഞില്ലേ.
ഇതാണ് കുതിര, ബാക്കിലുള്ളതാണ് കുതിര. കാളയൊക്കെ നമ്മൾ മണ്ടവും ആ സ്ഥലത്തൊക്കെ ഉള്ളൂ. ഇതാണ് രണ്ടാമത്. ആൻഡ് ഇവിടെ ഗൈസ് ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു കെട്ടുകാഴ്ച വന്നായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇതാണിപ്പോൾ രണ്ടാമത്തത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. എൻ്റെ അമ്മൂമ്മയൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നിങ്ങളിനി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതെനിക്ക് തോന്നുന്നു മൂന്നാമത്തെയാണെന്ന് തോന്നുന്നു. 3 ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയത് എല്ലാ വർഷവും 3 or 4 ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. സോറി ഗൈസ്, ഇത് രണ്ടാമത്തെ ആയിരുന്നു കേട്ടോ. എന്താ ഞാൻ പറഞ്ഞ കെട്ടുകാഴ്ചതാ വന്നിരിക്കുന്നു ഗൈസ്. വിഷ്ണു എന്തോ ഈ മത്സ്യം അതിൻ്റെ എന്തോ ആയതാണ്. ഇത് ഭയങ്കര വലിപ്പമുള്ളതായിരുന്നു. നമ്മളൊക്കെ ബാക്കിലോട്ട് ആ കടയുടെ ഉള്ളിലോട്ടൊക്കെ കയറിയിരിക്കേണ്ടി വന്നു. ആൻഡ് ഇത് രണ്ടാമത്തെയാണ്. 3 ഉണ്ടായിരുന്നു, പക്ഷെ മൂന്നാമത്തെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് DJ ഒക്കെ ഉണ്ടായിരുന്നു.